ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ജിം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, ഞാൻ കഴിഞ്ഞ സൈക്കിൾ ഹെൽമെറ്റ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ സൈക്കിളിൻ്റെ ഒരു വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതാ ആ വീഡിയോ ആണ് ഇത്. നമുക്ക് ആ സൈക്കിളൊന്ന് കണ്ടാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിള്. ഇതാണ് നമ്മുടെ സൈക്കിൾ ഒരു കളർ ഗ്രീനാണ്. നമ്മൾ സൈക്കിളിൻ്റെ പേരെന്താണെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ROCKFIRE, റോക്ക് ഫയർ. പിന്നെ ഇതിൻ്റെ പെഡൽമേലൊക്കെ ചളിയായിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ വലിയ വിഷയമാക്കണ്ട. പിന്നെ ഇതിൻ്റെ വീലിൻ്റെ സൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ കഴിയും. വീൽ സൈസ് 27.5 ആണ്. പിന്നെ ഫ്രെയിം സൈസ് 18 ആണ്. ഗൈസ്, ഇവിടെ മാത്രമല്ല റോക്ക് ഫയർ ചെയ്ത്, ഇതിൻ്റെ അടിയിലും റോക്ക് ഫയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോക്ക് അബ്സർ നമുക്കത് ഇങ്ങനെ ഓപ്പണും ക്ലോസൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇത് ഈ സൈഡിലേക്ക് ആക്കുമ്പോൾ ഓപ്പൺ ആവും, പിന്നെ ക്ലോസ് ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വയ്ക്കുക, ക്ലോസും ആവുന്നതാണ്. ഇതെന്താ വെച്ചാൽ അതിൽ ഷോക്ക് ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനൊക്കെ ഉള്ളതാണ് ഇത്. പിന്നെ ഇതിൽ കുറേ സ്ഥലത്ത് റിഫ്ലക്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വൈറ്റ് റിഫ്ലക്റ്റർ, പിന്നെ സീറ്റിൻ്റെ അടിയിലായിട്ട് റെഡ് റിഫ്ലക്റ്റർ. പിന്നെ ലോക്ക് ഉണ്ട് ഗൈസ്. ഇത് ലോക്ക് ഇതിൻ്റെ കൂടെ തന്നെ വെച്ചതാണ്. പിന്നെ മഡ്ഗാർഡ് നമ്മളെ ഹെൽമെറ്റിൻ്റെ അതേ കമ്പനി തന്നെയാണ് ഈ മഡ്ഗാർഡിൻ്റെതും. വാൾടെക്സ് എക്സ്പ്ലോർ. പിന്നെ നമുക്ക് ഇതിൽ ബോട്ടിൽ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ പെഡലിലൊക്കെ നോക്കുകയാണെങ്കിൽ ചളിയായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ ഫുള്ള് ചളിയായി നിൽക്കായിരുന്നു. അപ്പോൾ ഞാനിത് ചവിട്ടിയിട്ട് കാല് നിലത്ത് വെച്ചിട്ട് ഇതിമ്മൽ വെച്ചപ്പോൾ ഇവിടെയൊക്കെ ചളിയായിട്ടുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ടത്, നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കിയെടുക്കാം. സ്റ്റാൻഡിന്മേലും ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്കാണിത്, ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ ഗിയറിൻ്റെ സെറ്റപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 3, 7 ഇതാണ് ബെല്ല്. പിന്നെ നമ്മുടെ ഗിയറിൻ്റെ വയറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ബ്രേക്കിൻ്റെ വയർ ഗൈസ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് ഗൈസ്. പിന്നെ ബോഡി സ്റ്റീലും ഇരുമ്പും അല്ല, ഇത് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ബോഡി എലോയിൻ്റെ ഒരു ഫ്രെയിമാണിത്. ഇതുകൊണ്ട് ഗൈസ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തുരുമ്പ് പിടിക്കത്തില്ല. പക്ഷെ ഇതൊക്കെ ഇരുമ്പാണെങ്കിലും ഇതിൻ്റെ ഫ്രെയിം മാത്രം അലോയാണ്. ഇതിൽ സീറ്റമ്മലും റോക്ക് ഫയർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ സീറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് നമ്മളെ സീറ്റ്. അത്യാവശ്യം വലിയ സീറ്റാണ് ഗൈസ്. ഇവിടെ 2 റിഫ്ലക്റ്റർ, ഇവിടെ 2 റിഫ്ലക്റ്റർ ഗൈസ്. പിന്നെ ഇതിൻ്റെ ഗിയർ നോക്കുകയാണെങ്കിൽ ഇത് ഷിമാനോൻ്റെ ഗിയറാണ് ഗൈസ്. ഇതൊരു വളമാണ്, നമ്മൾ ഈ തെങ്ങിന് ഇട്ടെടുക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആ സൈക്കിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സൈക്കിളിൻ്റെ പേരെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എന്നത്തെ പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ബൈ.